അടക്കില്ല അടക്കില്ല ചേട്ടാ പ്ലീസ്, ഞങ്ങളൊന്ന് കണ്ടോട്ടെ ദിയു ഫോർട്ട്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ദിയു ഫോർട്ടിൽ എത്താൻ വേണ്ടി പോവാണ്. പക്ഷേ നമുക്ക് പാഞ്ഞു പോകാനൊന്നും പറ്റുന്നില്ല. റോഡ്സൊക്കെ നല്ല കൺജസ്റ്റഡ് ആണ്. വൈകുന്നേരത്തിന്റെ ആ തിരക്ക് വന്നു. പിന്നെ ഇത് കോസ്റ്റൽ റോഡാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ദിയുവിന്റെ മെയിൻലാൻഡ് കമ്പോണന്റ് ആണ്. ഗോഗ്ല ബീച്ച് എന്ന് പറഞ്ഞാൽ വളരെ പ്രിസ്റ്റീൻ വാട്ടേഴ്സ് ഉള്ള ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ഒക്കെയുള്ള ബീച്ചാണ്. നമുക്ക് ദിയു ഫോർട്ട് ഇവിടെ നിന്ന് തന്നെ നല്ല ഒരു വ്യൂ കിട്ടുന്നുണ്ട് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ. പക്ഷെ നമുക്ക് അങ്ങോട്ട് എത്തണമെങ്കിൽ ഒരു 5 കിലോമീറ്ററും കൂടി ഇങ്ങനെ വളഞ്ഞ് 10-12 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ദിയു ഫോർട്ട് ശരിക്കും ഒരു മാസീവ് ആയിട്ടുള്ള ഒരു കോട്ട തന്നെയാണ്. പോർച്ചുഗീസ് പണിതാണ് ഓൺ ദ ഈസ്റ്റേൺ ടിപ്പ് ഓഫ് ദിയു ഐലൻഡ്. ദിസ് ഇസ് ബിൽറ്റ് ഇൻ 1535. അവർ ഡിഫൻസീവ് അലയൻസിന്റെ ഭാഗമായിട്ട്, കാരണം ഇത് സുൽത്താൻ ഓഫ് ഗുജറാത്ത് പുള്ളിക്ക് മുഗൾ ഇൻവേഷനിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരെ അനുവദിച്ചതാണ്. പോർച്ചുഗീസിന് അനുവദിച്ച് കൊടുത്തതാണ് ഈ സ്ഥലം കോട്ട പണിതോളാൻ പറഞ്ഞ്. കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആളുടെ മനസ്സ് മാറി ആൾ തിരിച്ചു ചോദിച്ചെങ്കിലും അവർ പോർച്ചുഗീസുകാരും മിടുക്കന്മാരായിട്ട് അപ്പോഴേക്കും കോട്ട പണിതു. ഈ പാനിക്കൊത്ത എന്നുള്ളത് ഈ വെള്ളത്തിൽ നിൽക്കുന്ന കോട്ട, ഇതും 16th സെഞ്ചുറി തന്നെയാണ്. അത് ഫോർട്ട് ഓഫ് ദ സീ എന്നുള്ള അർത്ഥത്തിൽ ഫോർട്ടിം ഡോ മാർ എന്നാണ് പോർച്ചുഗീസുള്ള അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഗോഗ്ല എന്നുള്ള ദിയുവിൻ്റെ മെയിൻ ലാൻഡിൽ നിന്ന് ഈ ഡോക്ടർ ഷാംജി ബ്രിഡ്ജ് വഴി ഐലൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഐലൻഡ് വളരെ ചെറുതാണ്, 40 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമുള്ള ഒരു ചെറിയ ഐലൻഡാണ്. അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ടിപ്പിലാണ് ഈ കോട്ട. അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ പോകുമ്പോൾ ഈ ബ്രിഡ്ജിൽ കൂടെ പോകുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടും പാനിക്കോട്ടയുടെ. ഈ ബോട്ടുകളൊക്കെ എടുക്കുന്നുണ്ട്, ഒരു വലിയ ഷിപ്പ് പോലെ തന്നെ അതങ്ങനെ കിടക്കുന്നത്. ആ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതൊരു പ്രസനായിട്ടാണ് പോർച്ചുഗീസുകാർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ദിയു ഐലൻഡിലേക്ക് ഇറങ്ങി എത്തി. ഇതാ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് മൾട്ടി കളർ ബിൽഡിങ്സ് ആണ്. മൾട്ടി സ്റ്റോറീഡ് ആൻഡ് മൾട്ടി കളർ ബിൽഡിങ്സ്. ഈ കളർഫുൾ ബിൽഡിങ്സ് കാണുമ്പോൾ തന്നെ ആ പോർച്ചുഗീസ് ആംബിയൻസ് നമുക്ക് ഇങ്ങനെ കിട്ടും. അത് ഗോവയിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ ദാമനിൽ 2 ദിവസം മുമ്പ് കണ്ടപ്പോഴായാലും ഇത് അതിനേക്കാൾ ധാരാളമായിട്ട്, ഇതത്ര പഴയ കെട്ടിടങ്ങളാണെന്ന് തോന്നില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ബോധപൂർവ്വം ഇങ്ങനെ കളർ ചെയ്ത് നിർത്തിയിരിക്കുന്ന രീതിയിൽ നല്ലൊരു രസമുണ്ട്. പിന്നെ അതുപോലെ വാൾസിലൊക്കെ മതിലുമൊക്കെ ഇങ്ങനെ ഗ്രാഫിറ്റിയുമൊക്കെ ആയിട്ട് ആ ഒരു ഹെറിറ്റേജ് വാക്ക് പോലെ അത് നിർത്തിയിട്ടുണ്ട്. ദിയു ടൗൺ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നല്ല അത്യാവശ്യം നീറ്റൊക്കെയാണ്. പിന്നെ എന്തോ മഞ്ഞ സ്റ്റോൾസൊക്കെ, ഈ ഫിഷിൻ്റെയൊക്കെ സ്റ്റോൾസ് പോലെ ഹോട്ടൽസ് ഉണ്ട്. ശരിക്കും നമുക്ക് നല്ല വിശപ്പുണ്ട്, നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഈ സമയമില്ല, നമുക്ക് ഓടിച്ചെന്ന് ദിയു ഫോർട്ട് കാണണം. അതായത് അതിൻ്റെ ഒരു മെയിൻ ഗേറ്റ് പോലെ, ഈ ദിയു ടൗണിൻ്റെ മെയിൻ ഗേറ്റ് പോലെ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ തന്നെ നിർമ്മിതിയാണ്. ഒരു ബെൽഫ്രൈ ബിൽഡിംഗ് ആണ്. ഇപ്പോഴും കെട്ടിടങ്ങൾ ധാരാളം ഉണ്ട്. ദിയു ടൗൺ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതൊരു യൂണിയൻ ടെറിട്ടറി ആണെന്ന് നമുക്കറിയാലോ. ഇത് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് 1961 ഓപ്പറേഷൻ വിജയ് വഴി റിലീസ് ചെയ്തെടുത്തത്. ഇത് INS കുക്രി മെമ്മോറിയൽ മ്യൂസിയമാണ്. അപ്പോൾ അത് നമുക്ക് തിരിച്ചു വന്നിട്ട് കാണാം. 6:05. അടക്കില്ല ചേട്ടാ പ്ലീസ്, ഞങ്ങളൊന്ന് കണ്ടോട്ടെ ദിയു ഫോർട്ട്. 12:00, 6 മണിക്ക് കോട്ട അടയ്ക്കും. നമ്മൾ നല്ല പാച്ചിൽ പാഞ്ഞു, പക്ഷെ കാര്യം ഉണ്ടായില്ല. സാരമില്ല, എല്ലാവരും പോകുമ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാണ്. പാർക്കിംഗ് ടിക്കറ്റുകാരനും വന്നു. ഓസ്റ്റൻ മൂഡ് ഓഫ് ആവണ്ടാ. നമുക്ക് ഈ കോട്ടയ്ക്ക് ചുറ്റും നടന്ന് എന്തൊക്കെ കാണാനുണ്ട്. ദിയു എന്ന ഈ ഐലൻഡ് മൊത്തം നമുക്ക് കാണണ്ടേ. അപ്പോൾ എല്ലാവരും കോട്ട പൂട്ടി വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഈ ഫോർട്ടിന് ചുറ്റും നടക്കാം, അതുപോലെ ബീച്ചിൽ നടക്കാം, അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതാ കോട്ടയുടെ ഇപ്പുറത്ത് ഈ സൈഡിലെ വശത്ത് കച്ചവടം ഇങ്ങനെ പൊടി പിടിക്കുന്നുണ്ട്. തുണിക്കച്ചവടമാണ് മെയിൻ. അപ്പോൾ നമ്മളിങ്ങനെ കോട്ടയെ ചുറ്റി കോട്ടയുടെ പുറം ഭാഗത്തുകൂടെ കണ്ട് നമ്മൾ കടലിലേക്ക് പിന്നിലേക്ക് നടക്കുകയാണ്. ഇതിനൊരു റോക്കി ക്ലിഫുമ്മയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ലൈറ്റ് ഹൗസ് നമുക്ക് പുറത്തുനിന്ന് തന്നെ കുറച്ച് ഭാഗം കാണാം. പിന്നെ ഇതിങ്ങനെ 3 വശത്തും ഒരു മുനമ്പ് പോലെ ഇങ്ങനെ തള്ളി നിൽക്കുകയാണ് ഈ കോട്ട കടലിലേക്ക്. 3 വശത്തും കടലാൽ ചുറ്റപ്പെട്ട് നല്ലൊരു രസമുണ്ട്. ഒരു ചാപ്പലുണ്ട് ഈ കോട്ടയുടെ ഉള്ളിൽ, അതുപോലെ വെപ്പൺട്രി ഉണ്ട്, പിന്നെ കുറച്ച് റൂയിൻസൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും നമുക്കിപ്പോൾ നിവൃത്തിയില്ലല്ലോ. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ കുറേ നേരം ഇങ്ങനെ കടൽക്കാറ്റേറ്റ് ഈ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു മൂഡിലിങ്ങനെ നിന്നപ്പോൾ നമുക്ക് ശരിക്കും കോട്ട അടച്ചതിൻ്റെ വിഷമം അങ്ങോട്ട് മാറി കേട്ടോ. അതുപോലെ ഈ കോറൽ റീഫിൻ്റെ ഒരു ഫോസിലൈസ്ഡ് ഫോം, ലൈം സ്റ്റോണും ഇതൊക്കെ ശരിക്കും കോറൽ റീഫ് പോലെയാണ് ഈ പാറ മുഴുവൻ തോന്നണത്. അപ്പോൾ ഇവിടെ ലൈവായിട്ടുള്ള കോറൽ റീഫൊന്നും ദിയുവിലില്ല, പക്ഷേ പല ബീച്ചുകളിലും ഇത്തരം ഫോർമേഷൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അതൊരു പ്രത്യേകതയാണ്, കാണാത്തൊരു സംഭവമായി അത്. എന്തായാലും കടലിങ്ങനെ പരന്നിങ്ങനെ ചുറ്റും കിടക്കുകയാണ്. നമ്മൾ ശരിക്കും ഗുജറാത്തിൻ്റെ താടിയുടെ തുമ്പത്താണ്, കീഴ്ത്താടിയുടെ തുമ്പത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ദിയുവിൽ നിൽക്കുമ്പോൾ.
ഈ കടലിങ്ങനെ വാസ്റ്റായിട്ട് ഇങ്ങനെ കിടക്കും. ഓസ്റ്റിൻ ഇങ്ങനെ മാപ്പിൽ നോക്കി പറയായിരുന്നു അവിടെ ഒമാനും സൗദി അറേബ്യയാണ്, പിന്നെ അങ്ങനെ നേരെ പോയാൽ അവിടെ മൗറീഷ്യസ് ആണെന്നൊക്കെ. എന്തായാലും അതൊരു പ്രത്യേകതയാണ്. ശരിക്കും മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക രസം തോന്നും. അപ്പം അങ്ങനെ ഗുജറാത്തിൻ്റെ സദേൺ മോസ്റ്റ് ടിപ്പിൽ ദിയു ഫോർട്ടിനും ഈ കടലിനും ഇടയിൽ നിന്ന് നല്ലൊരു സായാഹ്നം. തിരിച്ചു നടക്കുമ്പോൾ ദിയു ഫോർട്ട് അങ്ങനെ വലിയ ഗേറ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഒന്ന് കടന്ന് കാണാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ അപ്പോഴേക്കും സെക്യൂരിറ്റി അവിടെ നിന്ന് ഓടി വന്ന് നമ്മളെ തടഞ്ഞു. അങ്ങനെ ആ ശ്രമം പാളി. ഇന്ന് പാനിക്കോട്ട എന്നറിയപ്പെടുന്ന ഈ കടൽക്കോട്ടയുടെ ശരിക്കുള്ള പേര് അൽഫിൻസ്റ്റൺ ജയിൽ എന്നായിരുന്നു പോർച്ചുഗീസ് കാലഘട്ടത്തിൽ. ഇതിൻ്റെ ഉള്ളിലൊരു ചാപ്പലും ഉണ്ട്, പ്രസനാണെങ്കിലും. അപ്പോൾ ഒരു സ്പീഡ് ബോട്ട് ഈ മെയിൻ ദിയു ഫോർട്ടിൻ്റെ അറ്റത്തു നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഒഫീഷ്യൽസ് ആയിരിക്കും, കാരണം പബ്ലിക്കിന് അവിടെ എൻട്രി ഇല്ല. പിന്നെ 7 വണ്ടേഴ്സ് ഓഫ് പോർച്ചുഗീസ് ഒറിജിൻ എന്ന രീതിയിൽ ലോകത്ത് തന്നെ പ്രശസ്തമാണ് ദിയു ഫോർട്ട്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ദിയു ഫോർട്ടിന് വളരെ അടുത്തായിട്ട് തന്നെ INS കുക്രി മ്യൂസിയം ഉണ്ട്, കുക്രി വെസൽ P49. അത് പക്ഷേ ടൈം കഴിഞ്ഞു, 6 മണിക്ക് ക്ലോസ് ചെയ്തു. ഇത് 2022 ജനുവരി 26 ഡീകമ്മീഷൻ ചെയ്ത് ദിയു അഡ്മിനിസ്ട്രേഷന് കൈമാറിയതാണ് ഈ മ്യൂസിയം ആക്കാൻ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഭക്ഷണം കഴിക്കാൻ സമയമായി. വേഗം അവിടെ കണ്ട ഒരു സ്ഥലത്ത് കയറി. വലിയ അനക്കമൊന്നുമില്ല ഇവിടെയൊന്നും. ഇതെന്താ അപ്ന ഹോട്ടൽ. അപ്പോൾ നോക്കിയാൽ പ്യുവർ വെജാണ്, പക്ഷെ നല്ല ആംബിയൻസൊക്കെ ഉണ്ട്. കൊടി പാറുന്ന സ്ഥലമാണ്, കടൽക്കാറ്റ് ഏറ്റിരുന്ന് നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ പ്യുവർ വെജ് എന്തും കഴിക്കാമെന്നുള്ള മൂഡായിട്ടുണ്ട് ഇപ്പോൾ. അത്രയ്ക്കും വിശന്ന് ഒരു രക്ഷയിലുണ്ടായി. സാലഡിന് പോലും ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നത് ഇപ്പോൾ. ഇപ്പോൾ ദിയുവിൽ ഒരു ഭക്ഷണം കഴിക്കാൻ കയറി. കാരണം ഒന്നും ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. കാലത്ത് ഹോട്ടലിൽ നിന്ന് കിട്ടിയ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇവിടെ വലിയ സെറ്റപ്പാണ്. മുട്ട പോയി വണ്ടിയിലിരുന്ന് ബ്രെഡ് മുട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചു. അതൊക്കെ ഒരു കഴിപ്പാണോ? ചോറും നല്ലതരം കറിയും കൂട്ടി കുഴച്ച് കഴിച്ചില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഇവിടെ എനക്കൊന്നുമില്ലെങ്കിലും ഇവിടെ ഹോളിഡേയ്സിലും വീക്കെൻഡിലൊക്കെ നല്ല അത്യാവശ്യം തിരക്കുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഗുജറാത്തിന്റെ ഒരു റിലാക്സേഷൻ സ്പോട്ടാണ് ഈ കുഞ്ഞൻ ദ്വീപ്. കാരണം ഗുജറാത്ത് ഈസ് എ ഡ്രൈ സ്റ്റേറ്റ്, ആൽക്കഹോൾ നിരോധിത മേഖലയാണ്. ഇതാണെങ്കിൽ ദിയു ആണെങ്കിൽ കേന്ദ്രഭരണ പ്രദേശവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഫ്യൂവലും കുറച്ച് ലാഭമാണല്ലോ. കുഴപ്പമില്ല. ഹിന്ദി മസാലയൊക്കെ നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പനീർ ബട്ടർ മസാല അങ്ങനെയുള്ള സംഭവങ്ങൾ, വേറെ കരിമേറ്റൊന്നുമില്ല. അപ്പോൾ കടലിലേക്ക് നോക്കി ഒരു ലൈറ്റ് ഡിന്നർ, എന്നിട്ട് നേരെ വണ്ടി വിട്ട് എവിടേക്ക് പോകണം? സോമനാഥ്. അങ്ങനെ ഭക്ഷണം കഴിച്ചിറങ്ങി നോക്കുമ്പോൾ INS കുക്രി നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ദിയു ഫോർട്ടും ഭംഗിയാക്കി ലൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഉൾവശം കാണാൻ പറ്റിയില്ലെങ്കിലും ചുറ്റും നടന്ന് കണ്ടു, ലൈറ്റും കണ്ടു. അപ്പോൾ ഗംഭീരായി. പിന്നെ നമ്മൾ പോകുന്നത് സെയിൻറ്റ് പോൾസ് ചർച്ച്. ഇത് ദിയു ഐലൻഡിലെ ഓൺലി ആക്റ്റീവ് ചർച്ചാണ്. ഇവിടെ ധാരാളം പള്ളികളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ 1610 പണിത ഈ പള്ളി മാത്രമാണ് ഒരു ബാരോക്ക് സ്റ്റൈൽ ആർക്കിടെക്ചറിൽ പോർച്ചുഗീസുകാർ പണിതത്. അത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ആക്റ്റീവായിട്ടുള്ള പള്ളി. ഗുജറാത്തിൻ്റെ മതസഹിഷ്ണുത വളരെ പ്രശസ്തമാണല്ലോ, നമുക്കറിയാലോ. അപ്പോൾ അധികം പറയേണ്ട കാര്യമില്ല. ഫുൾ ടാങ്ക് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ദിയുവിൽ നിന്ന് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് പോവാണ്. ഒരു യൂണിയൻ ടെറിട്ടറി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഫുൾ ടാങ്ക് ഡീസൽ അടിക്കലാണ്. നമ്മുടെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം 8:30ആയി. ഒരു 84 കിലോമീറ്റർ ഓടി സോമനാഥ ക്ഷേത്രം കാണണം. ഗുജറാത്തിൻ്റെ പ്രഭാസ് പട്ടാൻ തീരത്തുള്ള സോമനാഥ ക്ഷേത്രം ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ്. വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. അപ്പോൾ ഇതാ നല്ല റോഡാണ്. അപ്പോൾ നമ്മൾ 10 മണിക്ക് ക്ഷേത്രം അടയ്ക്കുന്നതിന് മുമ്പ് എത്തണം. ഈ കമാനം അങ്ങോട്ട് വരെ നല്ല റോഡായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും നല്ല തിരക്കായി. അതുവരെ ഇരുട്ടായിരുന്നു. പിന്നെ നല്ല ലൈറ്റപ്പ് ചെയ്ത് ക്ഷേത്ര നഗരിയുടെ എല്ലാ പ്രതാപത്തോടും കൂടി അങ്ങനെ നിൽക്കുകയാണ്. ഇഷ്ടം പോലെ ട്രാഫിക്കും ഉണ്ട്, വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പിൽഗ്രിംസ് ഉള്ള ഒരു സമയമാണെന്ന് തോന്നുന്നു. പിന്നെ ഈ 10 മണി വരെ ആവുമ്പോൾ പകലത്തെ തിരക്ക് ചൂടൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് വരാനും കുറച്ചും കൂടി കംഫർട്ടബിൾ ആണല്ലോ. അങ്ങനെ പാർക്കിങ്ങിലേക്ക് കടന്നപ്പോൾ ചിത്രം ആകെ മാറി. സ്ത്രീകളൊക്കെ നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ റോഡിൽ നിറഞ്ഞ് നടക്കുന്നുണ്ട്. വഴി നീളെ കച്ചവടങ്ങൾ പൊടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്ഷമ വേണം, പതുക്കെ അങ്ങനെ നീങ്ങാനേ പറ്റുള്ളൂ.
പിന്നെ നല്ല ഒരു 10 മണിക്ക് ക്ഷേത്രം അടയ്ക്കുന്നതിന് മുമ്പ് കയറാനായിട്ടുള്ളൊരു ആവേശമായിരിക്കും. 10 മടങ്ങ് ആവേശം നമ്മളെക്കാൾ ഉണ്ടാവും, ഭക്തജനമാണല്ലോ, അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ക്ഷമയോടെ നീങ്ങി പാർക്കിങ്ങിലേക്ക് എത്തുകയാണ്. ഇവിടുത്തെ പാർക്കിംഗ് സിസ്റ്റം പക്ഷേ ഗംഭീരമാണ്. ഫാസ്റ്റാഗ് എൻട്രി ആണ്. പിന്നെ ഡിസ്പ്ലേ ബോർഡിലുണ്ട് എത്ര പാർക്കിംഗ് സ്ലോട്ടുകൾ ഫ്രീ ഉണ്ട്, എത്ര വണ്ടികളുണ്ട്, അങ്ങനെയൊക്കെയുള്ള നല്ലൊരു വലിയ പാർക്കിംഗ് ഏരിയ ആണ്. തിരക്കുള്ള പിൽഗ്രിം സെൻറ്റേഴ്സിനൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു മോഡലാണ് ഇത്. ശരിക്കും ഇത് വേറെ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ പാർക്കിങ്ങിൽ നിന്ന് ഈ കച്ചവടക്കാരുടെ ഇടയിൽ കൂടെ പിന്നെയും നടന്ന് സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. സോമനാഥ് മന്ദിർ പ്രവേശ് ദ്വാർ. നല്ല വിശാലമായ ഒരു അങ്കണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ കൊടിമരം മുകൾ ഭാഗം മാത്രമേ അത് ലൈറ്റപ്പ് ചെയ്ത് ഇവിടുന്ന് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കി മൊത്തം നമുക്ക് കാണാനായിട്ട് അങ്ങനെ സാധിക്കില്ല, മറച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഫുൾ കച്ചവടങ്ങളാണ്, ലൊട്ടിലൊടുക്ക് കച്ചവടങ്ങൾ, പലതരം കച്ചവടങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഈ മുറ്റം മുഴുവനുണ്ട്. ഇന്ത്യയുടെ ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് ഒന്നും നമുക്ക് ഈ കച്ചവടം ഇല്ലാണ്ട് തടയാണ്ട് കടക്കാൻ പറ്റില്ല. എവറിത്തിങ് ഇസ് ബിസിനസ് ബിഗൻസ് സ്മോൾ എന്ന് പറഞ്ഞ പോലെ മതം അങ്ങനെ ഒരു രീതിയിലാണല്ലോ ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അപ്പോൾ എന്തായാലും ഈ ലൈറ്റപ്പ് ചെയ്ത് രാത്രി നിൽക്കുന്ന ഈ സോമനാഥ ക്ഷേത്രം നല്ല ഭംഗിയിൽ ഒറ്റ നോട്ടത്തിൽ കാണാമെന്ന് വിചാരിച്ചത് നടന്നില്ല. 1000-ലധികം വർഷം പഴക്കമുള്ള ഈ മാരു ഗുർജാര സ്റ്റൈലിൽ പണിത ഈ അമ്പലത്തിൻ്റെ ഫോട്ടോകൾ എടുക്കാനും നമുക്ക് സാധിച്ചില്ല. കാരണം നമുക്ക് അങ്ങോട്ട് ഒന്നും കൊണ്ടുപോകാൻ, എല്ലാം വാങ്ങി വെച്ചു. നമ്മുടെ സ്മാർട്ട് വാച്ച് ഉൾപ്പെടെ എല്ലാ ഡിവൈസസും വാങ്ങി വെച്ചിട്ടാണ് നമ്മളെ അകത്തേക്ക് കടത്തുന്നത്. അപ്പോൾ അകത്ത് കയറി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പുറത്ത് നിന്ന് എടുക്കാൻ നോക്കിയപ്പോൾ സ്പയേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ. ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമ്മൾ എടുക്കരുത് എന്നുള്ള ഒരു രീതിയിൽ. പക്ഷേ വീഡിയോസും ഫോട്ടോസൊക്കെ എങ്ങനെയാണോ നെറ്റിലുള്ളത്. എന്തായാലും 10:45 എല്ലാം ശൂന്യം പോലെയായി, ആൾക്കാരൊക്കെ പോയി. പക്ഷേ അതിലും വലിയ വിഷമമായത് പുറത്ത് കിടന്ന് നോക്കിയപ്പോൾ അമ്പലം കാണാൻ പറ്റുന്ന, നേരെ കാണാൻ പറ്റുന്ന ഒരു ഇത് പുറത്ത് ഔട്ട്സൈഡ് ദ കോമ്പൗണ്ട്. അപ്പോൾ ശരിക്കും നല്ല വിഷമമായിപ്പോയി. നമുക്ക് നേരെ വന്ന് ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഇഷ്ടം പോലെ എടുക്കുമായിരുന്നു ആ ലൈറ്റപ്പ് ചെയ്ത രീതിയിൽ. ശരിക്കും നല്ല നിരാശയായി. സോമനാഥ് ക്ഷേത്രനഗരി അത്ര പെട്ടെന്നൊന്നും ഉറങ്ങില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും നല്ല ഒരു ശബ്ദകോലാഹലങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം ജനങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെയൊക്കെ ചുറ്റി നടക്കുന്നുണ്ട്. അതുപോലെ ഇത് തീരത്ത് തന്നെയാണല്ലോ, വലിയൊരു ക്ഷേത്ര സമുച്ചയമാണ്. ഇവിടെ വലിയൊരു ലോകമാണ്. ഓരോ ക്ഷേത്രം മാത്രമല്ല, ധാരാളം ക്ഷേത്രങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തായിട്ടുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. സമയം 10:30 കച്ചവടങ്ങളൊക്കെ ഇപ്പോഴും ആക്റ്റീവാണ്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ രാത്രി മുഴുവൻ ഇതിൽ ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരു രീതിയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വിഷമം മാറ്റാനാവും വർണ്ണമഴ കരിമരുന്ന് പ്രയോഗമൊക്കെ നടക്കുന്നുണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ ആണോ അതോ മറ്റെന്തെങ്കിലും പരിപാടികളാണോ എന്നറിയില്ല. അല്ല കല്യാണമായിരിക്കാം ചിലപ്പോൾ. കല്യാണ സീസണാണല്ലോ ഗുജറാത്തിൽ മുഴുവൻ. അപ്പോൾ അത് കണ്ട് ചെറിയ സന്തോഷമൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ പോവാണ്. നമ്മളിന്ന് വേഗം ഉറങ്ങി നാളെ നമുക്കൊരു 5 മണിക്കെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഗീർ വനത്തിലേക്ക് പോവാണ്. നമ്മുടെ ഐക്കോണിക്കായിട്ടുള്ള സഫാരി, ലയൺ സൈറ്റിംഗ് സഫാരി. അപ്പോൾ നമ്മുടെ ഹോട്ടൽ ഹൈവേക്ക് തൊട്ടടുത്ത് തന്നെയാണ്. സോ ടുഡേ വി ആർ ചെക്കിംഗ് ഇൻ അറ്റ് ഹോട്ടൽ ഓം. സോ സീ യു ടുമോറോ. ഗുഡ് നൈറ്റ് ഫ്രം FTT. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.